അവരൊക്കെ ആരെല്ലാമാണെന്ന് മാഡത്തിന് അറിയാലോ. എങ്കിലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. കാരണം ഒരു വലിയ ചതിയുടെ കഥ, ഒരു വിശ്വാസവഞ്ചന ഇവരിൽ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തി പറയുന്നതാവും അതിന്റെ ഒരു ശരി. ഈ കഥയിലെ പ്രധാന റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി. ചെയ്തിരിക്കുന്ന കുരുത്തക്കേട് പറയുന്നതിന് മുമ്പ് ആളുമായിട്ടുള്ള ബന്ധമെന്ന് പറയാവോ? എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ അമ്മാവനാ. അതായത് കാണാതായ കുട്ടിയുടെ അമ്മയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളിന്റെ അമ്മാവൻ. സ്വാഭാവികമായും അവരുടെ ലൈഫ് കോടതിയിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് ഈ അമ്മാവന് അവരുടെ കഥയിൽ നല്ല റോളുണ്ട്. ആ റോള് എന്താണെന്ന് മാഡത്തിന് കേൾക്കണ്ടേ? സ്വന്തം അനന്തരവന്റെ ഭാര്യയെ എന്നേക്കുമായി കൊല്ലാൻ നോക്കുക. കൊല്ലാൻ നോക്കിയെന്നോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് മുമ്പ് കുട്ടിയുടെ അമ്മയെയാണ് കൊല്ലാൻ നോക്കിയത്. അതും ചികിത്സിക്കുന്ന ഡോക്ടറെ സ്വാധീനിച്ച്. പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് തന്നെ കഥ അവിടെ തീരുന്നില്ല. അമ്മയെ കൊല്ലാനുള്ള ശ്രമം നടക്കാതെ ആയപ്പോ അടുത്ത ശ്രമം കുട്ടിയുടെ ജീവൻ എടുക്കുക എന്നതായി. അതിന് ഇയാള് പറയുന്ന കാരണമാണ് വിചിത്രം. ഈ കുട്ടിയും അമ്മയും ജീവിച്ചിരുന്ന കൊച്ചിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ടുള്ള ജീവിതം ശോഭനമാവില്ല എന്ന്. അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി അമ്മാവന്റെ വക ഒരു സ്നേഹക്കൊല. കുട്ടിയെ തട്ടിയെടുക്കാൻ ഒരാളെയും കണ്ടെത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ കാണാൻ പോയതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇവിടെ കിടന്നൊരു വെപ്രാളവാ. നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടാവോ? കുഞ്ഞിനെ കണ്ടു കാണുവോ? എന്നോട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞെന്നറിയോ? എടി, നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി കയറി വരാൻ പോവല്ലേ, അതിന്റെ ഒരു വെപ്രാളവാ. നീ അത് കാര്യാക്കണ്ട. ആ പറ മക്കളെ, എന്തായി പോയിട്ട്? പോയിട്ടെന്താ, ഞങ്ങള് കുട്ടിയെ കണ്ടു. മോളാ, നല്ല കുട്ടിയാ, മിടിക്കാച്ചാ. 2-3 മാസം പ്രായം ഉണ്ടാവും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ കുട്ടിയുടെ അമ്മയല്ലേ നിൽക്കുന്നത്, അമ്മ പറയും. നല്ല ഓമനത്തുള്ള കുട്ടിയാ അമ്മ. പെട്ടെന്ന് ആരുമായിട്ട് അടുക്കുന്ന പ്രകൃതമാ. ഞങ്ങള് പോരുന്നത് വരെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെയും മൂർത്തിയുടെയും കയ്യിൽ നിന്ന് അവള് പോയിട്ടില്ല, അല്ലേ മൂർത്തി? സ്നേഹമുള്ള കുഞ്ഞാ, കൊടുത്തിട്ട് പോരാനും തോന്നിയില്ല. എന്നാ പിന്നെ കൂടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അങ്ങനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. മോളെ കയ്യിൽ കിട്ടാൻ ഇനിയും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓ ചേച്ചി, മോളെ കൊണ്ടുവന്നില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോ മോളെ കൊണ്ടുവന്ന് കാണിക്കാന്നല്ലേ നീ പറഞ്ഞ? അതിപ്പം അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു വേണ്ടെന്ന്. കഷ്ടമുണ്ട് ശാലിനി. ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി എന്തുമാത്രം കൊതിച്ചിരിക്കുകയാണെന്നറിയോ? ഇതിപ്പോ എനിക്കറിയാം ചേച്ചി. പക്ഷെ ഡോക്ടർ അങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? കഷ്ടമുണ്ട് ശാലിനി. ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി എന്തുമാത്രം കൊതിച്ചിരിക്കുകയാണെന്നറിയോ? ഇതിപ്പോ എനിക്കറിയാം ചേച്ചി. പക്ഷെ ഡോക്ടർ അങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു തരത്തിലുള്ള സങ്കടവും ശരീരചികിപ്പോ ഉണ്ടാവരുത്. അവര് അത്രയധികം കെയർ ചെയ്താ നോക്കുന്നത്. മോളെ കാണുമ്പോ സങ്കടമല്ലല്ലോ ഉണ്ടാവുക, സന്തോഷമല്ലേ? അത് മോളെ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ചേച്ചിക്ക് ഉണ്ടാവില്ലേ? അതുകൊണ്ടാ ഡോക്ടർ പറഞ്ഞത്
ചേച്ചിക്ക് സുഖമായിട്ട് മോളെ എടുത്ത് ലാളിക്കാൻ പറ്റുന്ന സമയത്ത് കുഞ്ഞിനെ കാണിച്ചാൽ മതിയെന്ന്. അതെപ്പോഴാ? ഞാൻ ചാവുമ്പോഴാ? എന്റെ ജീവിതം ഈ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാവരും നഷ്ടപ്പെടും. എന്റെ മോളും എന്നെ വിട്ടു പോവും. അങ്ങനത്തെ ഒരു ജന്മം എന്റേത്. വെറും ശപിക്കപ്പെട്ടൊരു ജന്മം. അങ്ങനെയൊന്നും പറയാതെ ചേച്ചി. ഞങ്ങളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് എന്തിനാ? ചേച്ചി സുഖമായി നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ? നോക്ക്, എല്ലാം ശരിയാവും. പ്രാർത്ഥിക്കാം. ഇത്രയും നാളും നമ്മളെ നോക്കിയ സർവേശ്വരന് അത്ര പെട്ടെന്നൊന്നും നമ്മളെ കൈവിടാനാവില്ല. അടുത്ത ദിവസമെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇതിപ്പം ഒരു ഹോസ്പിറ്റലല്ലേ, ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്നതാ. കുഞ്ഞിന് വല്ല ഇൻഫെക്ഷനും വന്നോ? ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് കിട്ടിയ കുഞ്ഞല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിനിങ്ങനെ ഒരു തടസ്സം നിൽക്കുന്ന. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി, അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ. എന്താ നീയൊന്നും പറയാത്തെ?